വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് കസ്റ്റമൈസ്ഡ് ഖുറാൻ എങ്ങനെ മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ക്രാഫ്റ്റേഴ്സിന് മാത്രമാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഖുറാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ട ഒരു ക്ലോത്ത്, സാധാരണ ഈ ക്ലോത്ത് അല്ല യൂസ് ചെയ്യുക, എനിക്ക് ആ ക്ലോത്ത് കിട്ടാത്തത് കൊണ്ട് ഞാനൊരു വെൽവെറ്റിൻ്റെ ക്ലോത്താണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുമ്പോൾ അതിന് 4 കോർണേഴ്സിൽ വെക്കാനായിട്ടുള്ള അക്രിലിക് കട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ക്ലോത്ത് അത്യാവശ്യം വലിയ ക്ലോത്തായിരുന്നു, 1 മീറ്റർ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 1 മീറ്ററുള്ള ക്ലോത്ത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ഖുറാൻ വെച്ച് നോക്കിയിട്ട് ഖുറാനിന് കുറച്ച് സൈഡിൽ മടക്കി വെക്കാൻ രൂപത്തിൽ വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പോകും. അതിന് മുന്നേ നമുക്ക് ഈ ഖുറാനൊന്ന് ഇതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കാനുണ്ട്. എന്നാൽ മാത്രമേ നമുക്കത് ചെയ്യുമ്പോൾ അതിനൊരു പൂർണ്ണ രൂപം കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ മെല്ലെ, ഖുറാനായതുകൊണ്ട് അത്രയും ശ്രദ്ധയോടെ നമ്മൾ ചെയ്യണം. ആദ്യം അതിൻ്റെ ചട്ടയിൽ നിന്ന് ചെറുതായിട്ട് വേർപ്പെടുത്തുക, എന്നിട്ടത് ചെറുതായിട്ടൊന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് പോരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കീറിപ്പോയാൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ നല്ല കെയർ ചെയ്തിട്ട് ചെയ്യണം. അങ്ങനെ കെയർ ചെയ്ത് നല്ലപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അടർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലോത്തിലോട്ട് ഈ ഖുറാനിൻ്റെ ചട്ട നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് പാകമായിട്ട് വേണം നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യാൻ. എന്നിട്ട് അതിൻ്റെ 4 കോർണേഴ്സും കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളവിടെ ഗമ്മ് വെച്ച് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 7000 എന്ന് പറയുന്ന ഗമ്മാണ്. 7000. ഞാൻ ഷോപ്പിൽ പോയിട്ട് 700 എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ 7000 എന്ന് എടുത്ത് പറയാൻ കാരണം. അങ്ങനെ ഇത് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് 4 ഭാഗവും ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇങ്ങനെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടണം, എന്നാൽ മാത്രമേ നമുക്ക് കാണുമ്പോൾ ഒരു ഫൈനൽ ലുക്ക് അടിപൊളിയാവുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ഇതിൻ്റെ 4 കോർണേഴ്സിലും അക്രിലിക് കട്ട് ഒട്ടിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ സെൻറ്ററിൽ ഒരു അക്രിലിക് കട്ട് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗമ്മൊന്നും യൂസ് ചെയ്യണമെന്നില്ല. അതിൻ്റെ ബാക്കിൽ തന്നെ ഒരു സ്റ്റിക്കർ ഉണ്ടാവും. ആ സ്റ്റിക്കർ ഊരിക്കഴിഞ്ഞാൽ നമുക്കത് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സാധാരണ നമ്മൾ ആ സ്റ്റിക്കറൊക്കെ ഊരി ആ 3 കോർണേഴ്സ്, അതായത് 2 കോർണേഴ്സ് മുന്നിലും 2 കോർണേഴ്സ് ബാക്കിലും പിന്നെ സെൻറ്ററിലും അങ്ങനെ ആയിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് 4 ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. പക്ഷെ അതിനെക്കാട്ടി ഒന്നുകൂടെ ഭംഗി 2 കോർണേഴ്സിൽ ഒട്ടിക്കുന്നത്. ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അതിന് മുകളിൽ ഒരു ഷീറ്റ് ഉണ്ടാവും, അത് പീൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇതാണ് ഖുറാൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്